ഹായ് ഓൾ, എല്ലാവർക്കും ക്ലോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബോട്ടണിയിലെ ഗോൾഡൻ ടോപ്പിക്കിൽ വരുന്ന രണ്ടാമത്തെ പാർട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ് ഫിസിയോളജിയിലെ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2016 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ 2022 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാക്സിമം നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഉയർന്ന തരത്തിലുള്ള സസ്യങ്ങളിൽ, ഹയർ പ്ലാന്റ്സിൽ സസ്യങ്ങൾ പ്രകാശോർജ്ജം ഉപയോഗിച്ച്, ലൈറ്റ് എനർജി ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡും ജലം എന്നിവയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിനെ നിർമ്മിക്കുന്ന രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. മനസ്സിലായോ? ഈ പ്ലാന്റ്സിലെ ഏതു ഭാഗത്ത് വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? ഇലകളിൽ വെച്ചാണ് അല്ലേ? ഇലകളിൽ കാണുന്ന പ്രത്യേകമായുള്ളൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഹരിതകണത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? ഈ സ്ട്രക്ചർ നോക്കിയേ. ഗ്രാനം, ഈ ഡിസ്ക് പോലെ അടുക്കി വെച്ചതാണ് ഗ്രാനം അല്ലേ? ഓരോ ഡിസ്ക് നമുക്ക് തൈലക്കോട് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ഡിസ്ക് പോലുള്ള സ്ട്രക്ചറുകൾ ഒന്നിച്ച് പറയുന്നതാണ് ഗ്രാനം. ദെൻ ഇതിനിടയിലുള്ള ഈ ഫ്ലൂയിഡ്, ദ്രാവക രൂപത്തിലുള്ള ഭാഗമാണ് സ്ട്രോമ. രണ്ട് ഗ്രാനം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലാമെല്ല വഴിയാണ്. അതേപോലെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും എന്തിനുണ്ട്? ഒരു പുറസ്തരവും ഒരു അകത്തെ സ്ഥലവും എന്തിനുണ്ട്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനുണ്ട്. ഡബിൾ മെംബ്രെയിൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ പ്രകാശ സംശ്ലേഷണം പ്രധാനമായിട്ടും 2 ഘട്ടമായിട്ട് നടക്കുന്നത്. ഒന്ന് പ്രകാശഘട്ടം, ഒന്ന് ഇരുണ്ട ഘട്ടം. ഈ പ്രകാശഘട്ടമാണ് ആദ്യത്തെ ഘട്ടം, ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് പറയും. അത് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിള് ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്രാനയിൽ വെച്ചിട്ടാണ്. ആ പ്രകാശഘട്ടത്തിൽ ഉണ്ടാവുന്ന ആരൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? ATPയും NADPHും ആണ് ഉണ്ടാവുന്നത്. ഇത് ഊർജ ഉൽപ്പന്നങ്ങളാണ്, നമുക്കറിയാലോ. ദെൻ ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ പ്രവർത്തനമാണ്. ദെൻ അതേപോലെ ലൈറ്റ് റിയാക്ഷനിൽ, പ്രകാശഘട്ടത്തിൽ നടക്കുന്ന മറ്റൊരു റിയാക്ഷനാണ് ജലതന്മാത്രകൾ വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നു, O2. നമ്മുടെ ഇവിടെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കും. അതിൽ എന്ത് പുറന്തള്ളുന്നുണ്ട്? ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട്. ആ ഓക്സിജനാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം പുറത്തുവിട്ട് നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ലൈറ്റ് റിയാക്ഷനിലാണ് അത് നടക്കുന്നത്, പ്രകാശഘട്ടത്തിലാണ് നടക്കുന്നത്. ദെൻ ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പം, ഇരുണ്ട ഘട്ടം എവിടെ വെച്ച് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചിട്ടാണ്. മാറിപ്പോരുത്, സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ദെൻ അന്നജ രൂപീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ എൻ പ്രൊഡക്റ്റ് എന്താണ്? അന്നജ രൂപീകരണം, സ്റ്റാർച്ച് രൂപീകരണമാണ്. റിഡക്ഷൻ പ്രവർത്തനമാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ദെൻ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്നില്ല, ജലതന്മാത്ര വിഘടനം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. ടേബിൾ മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് നോക്കിയേ. പ്രകാശ സംശ്ലേഷണത്തിലെ പ്രക്രിയയിലെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ, ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ, സൈറ്റോപ്ലാസത്തിൽ, മൈറ്റോകോൺട്രിയയിൽ. ഇവിടെ ഹരിതകണത്തിന് പകരം ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എവിടെ വെച്ചിട്ടാണ് ചോദിച്ചത്? ഇരുണ്ട ഘട്ടം, ഡാർക്ക് റിയാക്ഷൻ ആണ്. നമുക്കറിയാം സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? A ആണ്. മനസ്സിലായോ? 2016 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ പ്രകാശ സംശ്ലേഷണത്തിന് ഒരു ലൈറ്റ് ഹാർവെസ്റ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ? ആ സിസ്റ്റം നമുക്കറിയാം, ക്ലോറോഫിൽ A ആണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ
ഫോട്ടോസിസ് നടക്കാൻ സഹായിക്കുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ എ. കൂടെയുള്ള അസഹായ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? അസസറി പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? വർണ്ണകങ്ങളായ ഹരിതകം ബി, സാന്തോഫില്ലുകള്, കരോട്ടിനോയിഡുകളൊക്കെ എന്താണ്? സഹായക വർണ്ണകങ്ങളാണ്. അവ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള വ്യത്യസ്ത വേവ് ലെങ്ത്തുള്ള പ്രകാശരശ്മികളെ ആഗിരണം ചെയ്ത് പ്രകാശത്തിലെ ഊർജം ഹരിതം എക്ക് കൈമാറുന്നു. ഇപ്പം ഹരിതകം ബി ഒരു റേഞ്ചിലുള്ള വേവ് ലെങ്ത്തിലുള്ള പ്രകാശത്തെ ആയിരിക്കും ആഗിരണം ചെയ്യുക. സാന്തോഫില്ല് അതേപോലെ കരോട്ടിനോയിഡൊക്കെ വ്യത്യസ്ത വേവ് ലെങ്ത്തുള്ള പ്രകാശരശ്മിയിൽ ആഗിരണം ചെയ്ത് അതെല്ലാം കൂടി ഹരിതകം എയിലേക്ക് കൈമാറും. അപ്പം മെയിൻ ആയിട്ട് ഒരാളുണ്ടാവും, ചുറ്റും ഇങ്ങനെ നമ്മുടെ സഹായ വർണ്ണങ്ങളുണ്ടാവും. ഇതാണ് ലൈറ്റ് ഹാർവെസ്റ്റ് സിസ്റ്റം. ഇവര് പ്രകാശം ഫുൾ അബ്സോർബ് ചെയ്ത് ഹരിതം എയിലേക്ക് കൊടുക്കും. ദെൻ വേറൊരു സഹായ വർണ്ണകങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹരിതകം എയിനെ, നമ്മുടെ മെയിൻ പിഗ്മെന്റിനെ പ്രകാശ ഓക്സീകരണത്തിൽ നിന്ന്, ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഭയങ്കര ശക്തമായ പ്രകാശം അടിച്ച് നമ്മുടെ ക്ലോറോഫിൽ എ, ഹരിതകം എക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിഗ്മെന്റുകൾ സഹായിക്കും. അവര് ഈ എനർജി വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? അധികമായ പ്രകാശ ഊർജം ഇവരുടെ ഹരിതകം എയിൽ തട്ടാതിരിക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫോട്ടോസിന്തസിന്റെ ആദ്യഘട്ടമായ പ്രകാശഘട്ടം ലൈറ്റ് റിയാക്ഷൻ അല്ലെ, ഗ്രാനയിൽ വെച്ച് നടക്കുന്ന ലൈറ്റ് റിയാക്ഷൻ ഇലക്ട്രോൺ പ്രവാഹമാണ്, ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്. അതുവഴിയാണ് ATP NADPH ഉണ്ടാവുന്നത്. പ്രധാന 2 മോഡലിലാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഉള്ളത്. ഒന്ന് സൈക്ലിക്, ചാക്രിക ഇലക്ട്രോൺ പ്രവാഹവും, അതേപോലെ നോൺ സൈക്ലിക്, ചാക്രികമല്ലാത്ത ഇലക്ട്രോൺ പ്രവാഹവും. അത് നമുക്ക് സൈക്ലിക് റിയാക്ഷൻ അല്ല, നോൺ സൈക്ലിക് റിയാക്ഷൻ നോക്കാം. നോക്കിയത് നോൺ സൈക്ലിക് ആണ്, മലയാളത്തിൽ ചാക്രികമല്ലാത്ത. ഓക്കെ, ഇവിടെ 2 ഫോട്ടോസിസ്റ്റം കാണാം. ഫോട്ടോസിസ്റ്റം 2ഉം ഫോട്ടോസിസ്റ്റം 1ഉം. 2വിന്റെ റിയാക്ഷൻ സെന്റർ P680 ആണ്, ഇവിടെ P700 ആണ്. ദെൻ ലൈറ്റ് ഈ അസസറി പിഗ്മെന്റ്സ് ഒക്കെ അബ്സോർബ് ചെയ്ത് റിയാക്ഷൻ സെന്ററിൽ കൊടുക്കുന്നു. റിയാക്ഷൻ സെന്റർ എക്സൈറ്റഡ് ആവും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അവരൊരു ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണ് ഫിയോഫൈറ്റിൻ, ക്വിനോൻസിൻ, പാറ്റോക്വിനോനിൻ, അതേപോലെ സൈറ്റോകൈനിൻ ഒക്കെ വഴി അടുത്ത ഫോട്ടോസിസ്റ്റത്തിൽ എത്തുന്നു. അവിടുന്ന് വീണ്ടും അത് അയൺ സൾഫർ പ്രോട്ടീൻസ്, ഫെറഡോക്സിൻ വഴി NADP-യിലേക്ക് എത്തി അത് നിരോക്സീകരിക്കുന്നു, NADPH ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ATP പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടെ NADPH ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പോയ ഇലക്ട്രോൺ തിരിച്ച് ഇവിടെ എത്തിയോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. ഈ ഒരു വീട്ടിൽ നിന്ന് പോയ ഒരാള് തിരിച്ച് ഈ വീട്ടിലെത്തില്ല, വേറൊരു വീട്ടിലെത്തിയത് ഇല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഓർഡർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇവിടെ നോക്കൂ, അടുത്തതാണ് സൈക്ലിക്, ചാക്രിക ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. ഫോട്ടോ മീൻസ് പ്രകാശം ഉപയോഗിച്ച് ATP ഉണ്ടാവുന്നു. ഫോസ്ഫോറിലേഷൻ. ഇവിടെ ക്ലോറോഫിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് ഇലക്ട്രോൺ പുറത്തു പോകുന്നു. അത് ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി തിരിച്ച് എവിടെ തന്നെ എത്തുന്നു? ഈ ഫോട്ടോസിസ്റ്റം 1ൽ തന്നെ എത്തുന്നു. ഫോട്ടോസിസ്റ്റം 1 ആണ്. ഇവിടെ ഒറ്റ ഫോട്ടോസിസ്റ്റേ ഉള്ളൂ, ഫോട്ടോസിസ്റ്റം 1. 2 ഇല്ല. അങ്ങനെ ഒരു ATP ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇലക്ട്രോൺ പോകുന്നതുകൊണ്ട്. പക്ഷെ NADPH ഇവിടെ ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അറിയേണ്ട ഒരു കാര്യമാണ് ഈ ചാക്രിക ഫോട്ടോഫോസ്ഫോറിലേഷനും ചാക്രികമല്ലാത്ത ഫോട്ടോഫോസ്ഫോറിലേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഫോട്ടോസിസ്റ്റം 1 മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ.
ഇലക്ട്രോണുകൾ ചാക്രികമായി സൈക്ലിക്കായി സഞ്ചരിക്കുന്നു. ചില ഒരു വീട്ടിൽ നിന്ന് പോയ ആൾ തിരിച്ച് ആ വീട്ടിൽ തന്നെ വരും. ATP മാത്രം ഉണ്ടാവുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് അത്. ജലവിഘടനം നടക്കുന്നില്ല, ഫോട്ടോലൈസിസ് നടക്കുന്നില്ല. അത് എന്തുകൊണ്ട് നടക്കാത്തത്? ഇവിടെ നമുക്ക് നോൺ സൈക്ലിക്കിൽ ജലവിഘടനം നടക്കുന്നുണ്ട്. കാരണം ആ ജലം വിഘടിച്ച് അതിൽ നിന്ന് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം നമ്മുടെ ക്ലോറോഫില്ലിൽ നിന്ന് പോയ ഒരു ഇലക്ട്രോണിന്റെ മിസ്സിങ് അവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം അവിടെ ഇലക്ട്രോൺ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഇലക്ട്രോണിന്റെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് ഉടനെ വാട്ടറിനെ പ്രകാശത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഇലക്ട്രോൺസ് അതേപോലെ എന്തുണ്ടാവുന്ന ഓക്സിജൻ ഒക്കെ പുറത്തു വിടുന്നത്. ആ ഇലക്ട്രോൺ ആണ് പിന്നെ ക്ലോറോഫില്ലിലേക്ക് വീണ്ടും പോകുന്നു, അത് വീണ്ടും ട്രാൻസ്ഫർ ആയി പോകുന്നു. ഇവിടെ ജലം വിഘടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചാക്രിക ഫോട്ടോഫോസ്ഫോറേഷൻ നമുക്കറിയാം, ഇലക്ട്രോൺ ഗ്യാപ്പ് വരുന്നില്ല. കാരണം അവിടുന്ന് പോയ ആ ഇലക്ട്രോൺ തിരിച്ച് അവ വീട്ടിൽ തന്നെ വരുന്നുണ്ട്. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നില്ല. ഫോട്ടോലൈസിസ് നടക്കാത്തതുകൊണ്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നില്ല. എന്നാൽ ചാക്രികമല്ലാത്ത നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന് രണ്ട് ഫോട്ടോസിസ്റ്റവും ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം പങ്കെടുക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ സഞ്ചാരം ചാക്രികമല്ല. ATP NADPH ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്നു. അതുവഴി ഓക്സിജനും പുറന്തള്ളുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഞാനിതാ ക്വസ്റ്റ്യൻ തരാം. 2016 ഫോട്ടോസിന്തസിസ് വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നു. എന്താണ് ചാക്രികമല്ലാത്ത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേഗം നോൺ സൈക്ലിക് എന്ന് വരണം. നോൺ സൈക്ലിക്കിൽ ATP മാത്രമേ ഉള്ളോ? അല്ല, തെറ്റ്. NADPH മാത്രമേ ഉള്ളോ? തെറ്റ്. ATPയും NADPH. ശരിയായ ആൻസർ D അല്ല, ADP അല്ല അല്ലേ? മനസ്സിലായോ? ഓപ്ഷൻ B ആണ് ആൻസർ. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചാക്രികമായ പ്രകാശ പ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ATP ആയിരുന്നു ആൻസർ. ക്വസ്റ്റ്യൻ ചാക്രികമല്ലാത്ത നോൺ സൈക്ലിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെയിം ഇയറിൽ. അടുത്തത് ഇരുണ്ട ഘട്ടമാണ്, ഡാർക്ക് റിയാക്ഷൻ. ഇവിടെ വെച്ച് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ച്. മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശഘട്ടത്തിൽ ഉണ്ടാവുന്ന ഊർജ്ജ തന്മാത്രകളായ ATPയും NADPH ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ നിരോക്സീകരണം വഴിയാണ് അന്നജം നിർമ്മിക്കുന്നത്. അതാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്. ഇത് കാൽവിൻ ചക്രം വഴിയാണ് നടക്കുന്നത്. അപ്പം C3 സൈക്കിൾ, C3 പാത എന്നൊക്കെ പറയും. കാർബൺ ഡൈ ഓക്സൈഡിനെ ഹെക്സോ ഷുഗർ ആയി മാറ്റുന്ന ചാക്രിക പാതയാണിത്. അതിനാൽ ഇതിനെ പ്രകാശ സംശ്ലേഷണ കാർബൺ നിരോക്സീകരണ ചക്രം അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് കാർബൺ റിഡക്ഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നു, PCR. ഈ പാതയുടെ വിശദാംശങ്ങൾ 1954 കാൽവിനും ബെൻസണും ഷമാമും വിശദീകരിച്ചു. തൽഫലമായി ഈ പാതയെ പലപ്പോഴും കാൽവിൻ ബെൻഷൻ ബഷാം ചക്രം അല്ലെങ്കിൽ കാൽവിൻ ചക്രം എന്ന് വിളിക്കുന്നു. ഈ പാതയുടെ ആദ്യത്തെ സ്ഥിര ഉൽപ്പന്നമായ സ്റ്റേബിൾ ഉൽപ്പന്നം ഏതാണ്? 3 കാർബൺ ആയിട്ടുള്ള സംയുക്തമാണ്. അതുകൊണ്ടാണ് അവയെ C3 ചക്രം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണ്? 3 കാർബൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ട്രയോസ് ആണ്. അതുകൊണ്ടാണ് C3 എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണമായി ഈ സംയുക്തവും ഈ പാതയും ഉപയോഗിക്കുന്ന സസ്യങ്ങളെ C3 സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. മിക്ക വിളസസ്യങ്ങൾ, ധാന്യങ്ങൾ, പുകയില, ബീൻസ് ഒക്കെ C3 സസ്യങ്ങളാണ്. C3 സൈക്കിള് കാണിക്കുന്ന സസ്യങ്ങളാണ്. ഈ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾ ഓർത്ത് വെക്കണം. ദെൻ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 പാത 3 പ്രധാന ഘട്ടങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തത് റൈബുലോസ് 1,5ന്റെ കാർബോക്സിലേഷൻ. ദെൻ രണ്ടാമത്തെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ നിർമ്മാണം. മൂന്നാമത്തെ എന്താണ്? RUBPയുടെ പുനരുൽപാദനം. ഇതാണ് 3. ആദ്യം കാർബോക്സിലേഷൻ, ദെൻ കാർബോഹൈഡ്രേറ്റുകൾ നിർമ്മാണം അല്ലെങ്കിൽ ഗ്ലൈക്കോലൈസിസിന്റെ വിപരീതം, റിവേഴ്സൽ എന്ന് പറയും. അല്ലെങ്കിൽ RUBPയുടെ പുനരുൽപാദനമാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, കാർബോക്സിലേഷൻ എന്താ സംഭവിക്കുന്നത്? ആ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ റൈബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന തന്മാത്രയുമായി സംയോജിച്ച് അസ്ഥിരമായ അൺസ്റ്റേബിൾ ആയ ഒരു ഹെക്സോ സംയുക്തം ഉണ്ടാക്കും. അതിനെ സഹായിക്കും കാർബൺ ഡൈ ഓക്സൈഡിനെ RUBPനെ തമ്മിൽ സംയോജിപ്പിച്ചിട്ട് 6 കാർബൺ ഉള്ള പ്രൊഡക്റ്റ് ആക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ് റുബിസ്കോ. റൈബുലോസ്
ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം. എൻസൈമിന്റെ മലയാളം രാസാഗ്നി എന്നാണ്. ഇവിടെ ഇതൊരു കാർബോക്സിലേസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് ഓക്സിജനേസ് ആയിട്ടും കാർബോക്സിലേസ് ആയിട്ടും പ്രവർത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? റുബിസ്കോയ്ക്കുണ്ട്. ഓർത്ത് വെക്കുക. പെൻഡോസ് അല്ലെങ്കിൽ നമ്മുടെ പെൻഡോസ് ഷുഗറായ പഞ്ചസാരയായ റൈബോസിന്റെ ഫോസ്ഫോറിലേറ്റഡ് രൂപമാണ് RUBP. റൈബോസിന്റെ ഫോസ്ഫോറിലേറ്റഡ് രൂപമാണ് RUBP. 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ജീവലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ എൻസൈം, പ്രോട്ടീൻ, മാംസ്യം ഒക്കെയാണ് എന്ത്? റുബിസ്കോ. ഇത് ഹരിതഗണത്തിന്റെ മാംസത്തിന്റെ ഏകദേശം 16% വരും. നമുക്ക് C3 സൈക്കിൾ പിക്ചറൈസേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? കാർബൺ ഫിക്സേഷൻ. കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ RUBPയും റുബിസ്കോയുടെ സഹായത്തോടെ കമ്പൈൻ ചെയ്ത് ഷോർട്ട് ലിവ്ഡ് ആയിട്ട് ഇന്റർമീഡിയറ്റ് 6 കാർബൺ ഉള്ള ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് 3 കാർബൺ ഉള്ള 12 കോമ്പൗണ്ട് ഉണ്ടാവും. ഏതാണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ്, 3PGA, 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. അതാണ് ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അത് 3 കാർബൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്ന് പറയുന്നത്. അത് 3PGA എന്ന് പിന്നെ 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും ഗ്ലിസറൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ പ്രകാശഘട്ടത്തിലുണ്ടായ ATPയും NADPHും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഗ്ലൂക്കോസും അതുപോലെ അതർ ഷുഗേഴ്സും ഉണ്ടാക്കുന്നത്. ദെൻ 2 ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് മാത്രമേ സൈറ്റോപ്ലാസത്തിലേക്ക് പോയിട്ട് ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നുള്ളൂ. ദെൻ ബാക്കി 10 നമ്മുടെ ഇവിടേക്ക് വേണ്ട വീണ്ടും കമ്പൈൻ ചെയ്യാനുള്ള RUBP ഉണ്ടാക്കാനുള്ള പുനരുൽപാദനത്തിന് റീജനറേഷന് വേണ്ടി പോവുകയാണ്. അവിടെയും 6 ATP ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടൽ 12 + 6 ATP 18 ATP. NADPH 12. അപ്പം ഈ ഒരു കണക്ക് ഓർത്തു വെക്കണം. മുഴുവൻ C3 പാത അല്ലെങ്കിൽ കാൽവിൻ ചക്രത്തിൽ 6 കാർബൺ ഡൈ ഓക്സൈഡ്, 6 RUBP, 12 NADPH, 12 ATP എന്നിവ എക്സോസ് പഞ്ചസാരയുടെ ഒരു തന്മാത്രയുടെ സമന്വയത്തിന് സിന്തസിസിന് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ 6 RUBP തന്മാത്രയുടെ പുനരുൽപാദനത്തിന് ആവശ്യമാണ്. ഈ 18 ആയത് അങ്ങനെയല്ലേ? RUBPയുടെ റീജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആകെ 18 ATP ഉപയോഗിച്ചു. അതിൽ 12 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കി മാറ്റാനും ശേഷിക്കുന്ന 6 ATP RUBPയുടെ പുനരുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഈ പ്രക്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ADPയും NADPയും പ്രതിപ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ADPയും NADPയും എന്തിനുപയോഗിക്കും? നമ്മുടെ പ്രകാശഘട്ടത്തിലേക്ക് പോകും. അവിടെ ഇത് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATPയും NADPH ഒക്കെ ആയിട്ട് മാറും. മനസ്സിലായപ്പം ഈ ഒരു കണക്ക് ഓർമ്മ വേണം. 18 ATP, 12 NADPH, 6 കാർബൺ ഡൈ ഓക്സൈഡും 6 RUBP ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഗ്ലൂക്കോസ് തന്മാത്ര ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് C4 സൈക്കിൾ. എന്തായിരിക്കും ഇവിടെ C4 സൈക്കിൾ എന്ന് പറയാൻ കാരണം? ഈ ഒരു സൈക്കിളിൽ ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 4 കാർബൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് ഹാച്ച് ആൻഡ് സ്ലാഗ് പാത. ഇത് ഇരുണ്ട പ്രതിപ്രവർത്തനത്തിന്റെ ഒരു കാർബൺ പാതയാണ്. അതിൽ ആദ്യത്തെ ഉപാപചയ ഉൽപ്പന്നം എന്നുവെച്ചാൽ മെറ്റബോളിക് ഉൽപ്പന്നം 4 കാർബൺ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ഇതിനെ ഓക്സാലസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ. CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ സ്ഥിരീകരിക്കാൻ C4 പ്രകാശ സംശ്ലേഷണ പാത ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ് C4 സസ്യങ്ങൾ. ഈ C4 പാത ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. ഉദാഹരണം ഏതൊക്കെയാണ്? ചോളം, കരിമ്പ്, സ്വർഗം, തീന, അമരാന്തസ്, യൂഫോർബിയ, ഹിർട്ട. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. C4 സസ്യങ്ങൾ ഉഷ്ണമേഖല അതേപോലെ ഉപ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. എന്താണ് C4 സസ്യങ്ങളുടെ പ്രത്യേകത? അവയ്ക്ക് ക്രാൻസ് അനാട്ടമി ഉണ്ടാവും. ക്രാൻസ് അനാട്ടമി, ക്രാൻസ് മീൻ റീത്ത് പോലത്തെ സ്ട്രക്ചർ ആയിരിക്കും. ഇലയുടെ അനാട്ടമി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രാൻസ് അനാട്ടമി കാണാൻ സാധിക്കുക. എന്താണ് ക്രാൻസ് അനാട്ടമി എന്ന് വെച്ചാൽ? സംവഹന കലകൾക്ക്. എന്താ സംവഹന കലകള്?
നമ്മുടെ ഫ്ലോയും സൈലോം വാസ്കുലർ ടിഷ്യൂസ് ഇല്ലേ, ഫ്ലോയും സൈലോക്ക് ചുറ്റും ആദ്യം ബണ്ടിൽ ഷീത്ത് കോശങ്ങൾ ചുറ്റിയിരിക്കുന്നു. അതിന് പുറമെ മീസോഫിൽ കോശങ്ങൾ ചുറ്റിയിരിക്കുന്നു. അപ്പം സൈലോ ഫ്ലോയോ ഇതിനുള്ളുണ്ടെങ്കിൽ അതിന് ചുറ്റും ആദ്യം ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. then അതിന് ചുറ്റുമായിരിക്കും മീസോഫിൽ കോശങ്ങൾ. നമ്മൾ റീത്തൊക്കെ ഉണ്ടാക്കുമ്പം സെന്ററിൽ ഒരു സെക്ഷൻ പോവുക, then അതിന് റൗണ്ട് ചെയ്ത് വേറെ സെക്ഷൻ പോവുക, അങ്ങനെയല്ലേ റൗണ്ട് ചെയ്ത് ഇടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. C4 സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ഹരിതകണം ദ്വിരൂപമാണ്, ഡൈമോർഫിക് ആണ്. ബണ്ടിൽ ഷീത്ത് കോശങ്ങളിലെ ഹരിതകണങ്ങൾ വലുതും അഗ്രാനൽ എന്ന് വെച്ചാൽ ഗ്രാന ഇല്ലാത്തതുമാണ്. മീസോഫിൽ കോശങ്ങളിൽ ചെറുതും ഗ്രാനയുള്ള ഹരിതകണവുമാണ് കാണപ്പെടുക. മനസ്സിലായോ? അതുപോലെ C4 സസ്യങ്ങളുടെ മറ്റു സവിശേഷതകളാണ് ഉയർന്ന പ്രകാശ തീവ്രത, ലൈറ്റ് ഇന്റൻസിറ്റി, ഉയർന്ന താപനില, കുറഞ്ഞ ജലലഭ്യത തുടങ്ങിയ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ അവയുടെ പ്രകാശ സംശ്ലേഷണം കൂടുതൽ കാര്യക്ഷമമാകുന്നു. പ്രത്യേക ബയോകെമിക്കൽ പാതകളുണ്ട്. അതിന് കാര്യക്ഷമമാക്കാനുള്ള പ്രത്യേക ബയോകെമിക്കൽ പാതകളുണ്ട്. മനസ്സിലായോ? ഇതാണ് സെന്ററിലാണ് സൈലോം ഫ്ലോയോ. then അതിന് ചുറ്റും കാണുന്ന വലിയ സെൽ എന്താണ്? ബണ്ടിൽ ഷീത്ത് ആണ്. then ഇതാണ് മീസോഫിൽ കോശങ്ങൾ. ക്രാൻസ് അനാട്ടമി C4 സസ്യങ്ങളാണ് കാണുന്നതെന്ന് ഓർത്ത് വെക്കണം. C4 സൈക്കിളിന്റെ പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണുന്നത്. ബണ്ടിൽ ഷീത്തും കാണാം, മീസോഫിൽ സെല്ലും കാണാം അല്ലേ. അപ്പോൾ മീസോഫിൽ സെല്ലിലാണ് ആദ്യം കാർബൺ ഫിക്സേഷൻ നടക്കുന്നത്. പെപ് കാർബോക്സിലേസ് ആണ് ഇവിടെ അത് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും പെപ്പിനെയും കൂടി ചേർത്ത് ഫോസ്ഫോളീനോർ പൈറുവിക് ആസിഡും കമ്പൈൻ ചെയ്ത് ഓക്സൽ അസറ്റിക് ആസിഡ് ഉണ്ടാവുന്നു. അസറ്റിക് ആസിഡ് ലാസ്റ്റ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. മാലിക് ആസിഡ് ആണ് ബണ്ടിൽ ഷീത്തിലേക്ക് കയറുന്നത്. അവിടെ അതിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് കാൽവിൻ സൈക്കിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ബാക്കി വരുന്ന പൈറുവിക് ആസിഡ് വീണ്ടും മീസോഫിൽ സെല്ലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ATPയുടെ സഹായത്തോടെ അത് ഫോസ്ഫോളീനോ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ ഏതാണ് ആദ്യത്തെ എൻസൈം? പെപ് കാർബോക്സിലേസ് ആണ്. ഓക്സാലസറ്റിക് ആസിഡ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. then അത് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. മനസ്സിലായാലോ? മാലിക് ആസിഡ് ആണ് ബണ്ടിൽ ഷീത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു അതർ ആൾട്ടർനേറ്റീവ് കാർബൺ റൂട്ടാണ്. C4 സൈക്കിൾ നമ്മൾ കണ്ടു. ഇനി ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം, കാം പാത്വേ. ഇതൊരു ഡിഗ്രി ടോപ്പിക് ആണ്. നമ്മൾ +2 ഒന്നും പഠിച്ചിട്ടില്ല. കാം പാത്വേ എന്ന് +2 പഠിക്കാനില്ല, ഡിഗ്രി ലെവലാണ്. then ഇത് ഏത് പ്ലാന്റ്സിലാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ കോശങ്ങളിലാണ്, ഏതൊക്കെ കമ്പാർട്ട്മെന്റ്സിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. അർദ്ധവരണ്ട സാഹചര്യങ്ങളിൽ എന്ന് വെച്ചാൽ സെമി ആരിഡ് കണ്ടീഷൻസിൽ വളരുന്ന ചില സക്കുലൻ സസ്യങ്ങൾ ഇരുട്ടിൽ അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരപ്പെടുത്തുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇരുട്ടിലാണ്, നൈറ്റിലാണ്. നമ്മൾ ഇത്രയും നേരം പകൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്ഥിരപ്പെടുത്തുന്ന ചില സക്കുലൻ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ സസ്യങ്ങൾ ഓർഗാനിക് ആസിഡ് രൂപീകരണത്തിന്റെ ദൈനംദിന രീതി കാണിക്കുന്നു. എന്താണ് ഇവിടെ രാത്രിയിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്ഥിരപ്പെടുത്തുന്നത്? ഓർഗാനിക് ആസിഡ് രൂപീകരിച്ചുകൊണ്ടാണ്. അതിനാൽ അവയിൽ ഓർഗാനിക് ആസിഡ് രാത്രി ഇലകളിൽ അടിഞ്ഞുകൂടുന്നു. പക്ഷെ പകൽ സമയത്ത് ആസിഡിന്റെ അളവ് കുറയുന്നു. രാത്രിയിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരപ്പെടുത്തുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മരുഭൂമിയിലെ പ്ലാന്റ്സിലൊക്കെയാണ് ഇത് കാണുന്നത്. മരുഭൂമിയിലെ പ്ലാന്റ്സ് നമുക്കിനി പഠിക്കാനുണ്ട്, മുമ്പോട്ട് കാണാം. അതിന് മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാണ്. അവിടെ നമുക്കറിയാം, നമ്മുടെ മരുഭൂമിയിൽ കാണുന്ന പ്ലാന്റ്സിലൊക്കെ സ്റ്റൊമാറ്റ നൈറ്റ് ആണ് ഓപ്പൺ ചെയ്യുക അല്ലേ. വെള്ളം അതൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നൈറ്റ് ആണ് ഓപ്പൺ ചെയ്യുക. ആ നൈറ്റിലാണ് ഇവർ ആ ടൈമിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നത്, സ്ഥിരീകരണപ്പെടുത്തുന്നത്. ഓർഗാനിക് ആസിഡ് ആയിട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ നമ്മുടെ ഈ പ്ലാന്റ്സിന്റെ ഇലകളിൽ ആസിഡിന്റെ അളവ് കൂടുന്നത്. പകൽ സമയത്ത് എന്ത് ചെയ്യും? ഈ ആസിഡിന് വീണ്ടും എന്ത് സംഭവിക്കുന്നു? C3 സൈക്കിളിലേക്ക് പോകുന്നവർ ആസിഡ് ഡീകാർബോസിലേഷൻ സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് C3 സൈക്കിളിലേക്ക് വിടും. ക്രാസുലേസിയ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളിൽ ഉദാഹരണം ബ്രയോഫില്ലം, കലഞ്ചോ, ക്രാസുല, സെഡം, ഒപ്പൻഷ്യ, പൈനാപ്പിൾ മുതലായ പ്ലാന്റ്സിലാണ് നമ്മൾ ഈ
കാം പാത്വേ കാണുന്നത്. ഈ ക്രാസുലേസിയ പറഞ്ഞ കുടുംബത്തിൽപ്പെട്ട പ്ലാന്റ്സിൽ കാണുന്നതുകൊണ്ട് തന്നെ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്നാണ് ഇതിന്റെ പേര് വരാൻ കാരണം, കാം പാത്വേ എന്ന് വരാൻ കാരണം. കാം സസ്യങ്ങളുടെ ഒരു പ്രത്യേക സവിശേഷത ജലസംരക്ഷണത്തിനുള്ള അവയുടെ ശ്രദ്ധേയമായ കഴിവാണ്. അതിനാൽ ഈ പാത ഉപയോഗിക്കുന്ന സസ്യങ്ങൾ അങ്ങേയറ്റം വരണ്ട ആവാസ വ്യവസ്ഥകളിൽ അതിജീവിക്കാൻ പ്രത്യേകിച്ചും പൊരുത്തപ്പെടുന്നു. നമ്മുടെ മരുഭൂമിയിലൊക്കെ വളരുന്നതൊക്കെ ആയ പ്ലാന്റ്സ്, വെള്ളം കിട്ടാത്ത ഏരിയയിലൊക്കെ ഉള്ള പ്ലാന്റ്സിന് ഈ കാം പാത്വേ ഉപയോഗിച്ച് വെള്ളം കൺസർവ് ചെയ്യാനൊക്കെ പറ്റും. കാരണം എന്താണ്? അവരുടെ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യപ്പോഴാണ് രാത്രി കാലങ്ങളിലാണ്. കട്ടിയുള്ളതും മാംസളവുമായ ഇലകൾ, കട്ടിയുള്ള പുറന്തൊലി, കുഴിഞ്ഞ സ്റ്റൊമാറ്റ തുടങ്ങിയ സീറോഫറ്റിക് സ്വഭാവമുള്ള സക്കുലന്റ് സസ്യങ്ങളുമാണവ. അവയുടെ പ്രത്യേകതയാണ്, സക്കുലന്റ് പ്ലാന്റ്സിന്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. അതേപോലെ ഈ സസ്യങ്ങളിലെ സ്റ്റൊമാറ്റ സ്കോട്ടോ ആക്റ്റീവ് ആയിരിക്കും. ആസ്യരന്ധ്രം എങ്ങനെയായിരിക്കും? സ്കോട്ടോ ആക്റ്റീവ് ആയിരിക്കും. രാത്രിയിലായിരിക്കും ഓപ്പൺ ചെയ്യുക, പകൽ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും, അടച്ചായിരിക്കും ഇരിക്കുക. സ്റ്റൊമാറ്റയുടെ സ്കോട്ടോ ആക്റ്റീവ് സംവിധാനം കാം സസ്യങ്ങളെ ജലം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? കാം പാത്വേ ഉള്ള സസ്യങ്ങളാണ് കാം സസ്യങ്ങൾ. അപ്പൊ ആ കാം സസ്യങ്ങൾ കാണുന്നത് സ്കോട്ടോ ആക്റ്റീവ് സ്റ്റൊമാറ്റയാണ്. അതേപോലെ അവയ്ക്ക് സക്കുലന്റ് പ്ലാന്റ്സിന്റെ കുറച്ച് പ്രത്യേകതകളും ഉണ്ട്. സങ്കൽ സ്റ്റൊമാറ്റ ആയിരിക്കും, കട്ടിയുള്ള പുറന്തൊലി ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് സീറോഫറ്റിക് സ്വഭാവമുള്ള സക്കുലന്റ് പ്ലാന്റ്സ് സസ്യങ്ങളാണ് അവ. മനസ്സിലായല്ലോ? ഇത് എന്തിനാ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? സ്റ്റൊമാറ്റ രാത്രികാലം ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായം എന്തിനാണ്? വെള്ളം അധികം നഷ്ടപ്പെട്ടു പോകത്തില്ല. അടുത്തായിട്ട് നമുക്ക് കാം പാത്വേ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്രാസുലേഷൻ, ആസിഡ് മെറ്റബോളിസം, പാത. നമുക്കറിയാം ഇത് ഏത് ഫാമിലിയിലാണ് കാണുന്നത്? ക്രാസുലേഷൻ. ക്രാസുലേഷൻ പ്ലാന്റ്സ് എന്നാണ്, അല്ലെ സസ്യങ്ങൾ എന്നാണ് പറയുന്നത് ഈ പാത്വേ കാണുന്ന സസ്യങ്ങളെ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് മാലിക് ആസിഡ് പോലുള്ള ഓർഗാനിക് ആസിഡായി സ്ഥിരീകരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ എന്ത് ചെയ്യും? ഈ ആസിഡുകൾ ഡീകാർബോസിലേഷന് വിധേയമാകുകയും ഇലയ്ക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? C3 പാതയിലൂടെ പഞ്ചസാര, ഷുഗറിനെ സമന്വയിപ്പിക്കും, സിന്തസിസ് ചെയ്യും. കാം സസ്യങ്ങളിൽ ഓർഗാനിക് ആസിഡ് ഉപാപചയം. എന്താണ്? ഓർഗാനിക് ആസിഡിന്റെ മെറ്റബോളിസം രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. വേറൊന്നുമല്ല, C3 പാതയ്ക്ക് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആന്തരിക ശേഖരം അവിടെ ഉണ്ടാക്കുന്നവര്. അതേപോലെ അങ്ങനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് നന്നായി അവർക്ക് അവൈലബിൾ ആവുന്നതുകൊണ്ട് തന്നെ ആ സക്കുലന്റ് പ്ലാന്റ്സിനൊക്കെ ചെറിയൊരു ടൈം മാത്രം സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് വെച്ചാലും മതി. കാരണം ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ സ്റ്റൊമാറ്റ അധിക ടൈം ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷനും ജലനഷ്ടവും ആ പ്ലാന്റ്സിന് കുറയ്ക്കുന്നു. അവർക്ക് എന്താ പറയാ, കണ്ടീഷനിൽ വളരാൻ വേണ്ട ഏറ്റവും വളരെ അത്യാവശ്യമാണ് വെള്ളം അധികം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അല്ലേ? അതിനുവേണ്ടി സഹായിക്കുന്നു. കാം പാതയിൽ പ്രധാന രണ്ട് ഘട്ടങ്ങളുണ്ട്. അതായത് അസിഡിഫിക്കേഷൻ ഘട്ടം, അസിഡിഫിക്കേഷൻ ഫേസ്, ഡി അസിഡിഫിക്കേഷൻ ഘട്ടം. ആദ്യത്തേത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തേത് പകൽ സമയത്തുമാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടമായ അസിഡിഫിക്കേഷൻ ഘട്ടം അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ ഫേസിനെ കുറിച്ച് നമുക്ക് നോക്കാം. രാത്രിയിലെ അസിഡിഫിക്കേഷൻ ഘട്ടത്തിൽ ക്രാസുലേഷൻ സസ്യങ്ങളുടെ സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രം തുറന്നിരിക്കും. ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇലകളിലേക്ക് പ്രവേശിക്കാനും ഇലയിൽ നിന്ന് ജലം പുറത്തേക്ക് പോകാനും സഹായിക്കുന്നു. പകൽ സമയത്ത് സമന്വയിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ഗ്ലൈക്കോലൈറ്റിക് പാതയിൽ പ്രവേശിച്ച് ഫോസ്ഫോളീനോപൈറുവിക് ആസിഡായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കയറി, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിൽക്കുകയാണ്. ദെൻ ഇവരെ കാർബോക്സിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സംയുക്തം വേണമല്ലോ, ആദ്യത്തെ ഒരു സബ്സ്ട്രാറ്റ് വേണം. അതാരാന്ന് വെച്ചാൽ പകൽ സമയത്ത് ഈ പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോലൈറ്റ് പാതയിലേക്ക് പോയി അവിടെ ഫോസ്ഫോളീനോപൈറുവിക് ആസിഡായി മാറും, PEP. ആ PEP ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഓക്സാലോ അസറ്റിക് ആസിഡ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഡയറ്റിൽ ഉള്ളിൽ കയറുന്നു. ദെൻ അത് ആരുമായിട്ട് സംയോജിക്കുന്നത്? പകൽ സമയത്ത് ഉണ്ടായ പൈറുവിക് ആസിഡ് മീൻസ് ഫോസ്ഫോളീനോപൈറുവിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു.
അങ്ങനെ ഓക്സാലോഅസറ്റിക് ആസിഡ് ഉണ്ടാവും. ഈ പ്രതിപ്രവർത്തനം ആരാണ് ഉത്തേജിപ്പിക്കുന്നത്? ഏത് എൻസൈമാണ്, ഏത് രാസനാണ്? ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് കാർബോക്സിലേസ്. നോട്ട് ചെയ്ത് വെക്കണേ. അതേപോലെ നമ്മുടെ ഓക്സാലോഅസറ്റിക് ആസിഡ് ഉണ്ടായ ഓക്സാലോഅസറ്റിക് ആസിഡ് കണ്ടോ, ഓക്സാലോഅസറ്റിക് ആസിഡ് ഡീഹൈഡ്രേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ സഹായത്തോടെ NADH ന്റെ ഹെൽപ്പോട് കൂടി, ആരാണ് ഇവിടെ നിരോക്സീകരണ ഏജന്റ്? NADH, അവരെയും കൂടി കൂട്ടി മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്സാലോഅസറ്റിക് ആസിഡ് ഇപ്പോൾ NAD ആശ്രിത ഡിപ്പെൻഡന്റ് ഡീഹൈഡ്രേഷന് വിധേയമാവുകയും മാലിക് ആസിഡ് രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നിരോക്സീകരണ ഏജന്റ് ഏതാണ്? NADH. അങ്ങനെ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ മാലിക് ആസിഡിന്റെ രൂപീകരണത്തിന് കാരണമാവുന്നെന്ന് വ്യക്തമായില്ലേ? അപ്പം ഇത് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് enters in leaf through stomata. Then പകല് നമ്മുടെ ഡേ ടൈമിലുണ്ടായ കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോളിസിസ് വഴി PEP ഫോസ്ഫോഡീനോ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അവരുമായിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് ഫോസ്ഫോളീനോൾ പൈറുവിക് ആസിഡ് കാർബോക്സിലേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ഓക്സാലോഅസറ്റിക് ആസിഡ് ഉണ്ടാവുന്നു. അത് വീണ്ടും ഡീഹൈഡ്രനേഷൻ സംഭവിച്ച് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതാണ് അസിഡിഫിക്കേഷൻ ഘട്ടം. അങ്ങനെ നമ്മുടെ മാലിക് ആസിഡ് വർദ്ധിക്കുകയും അത് കോശങ്ങളിലെ വാക്യൂളിൽ അടിഞ്ഞുകൂടുകയും ഇൻട്രാസെല്ലുലാർ അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ കോശങ്ങളുടെ അസിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. നമ്മുടെ സെല്ലുകളിൽ ഫുൾ എന്താവും? ആസിഡ് നിറയും അല്ലേ? അപ്പം ഒരു അസിഡിഫിക്കേഷൻ ഘട്ടമാണത്. ഇനി അടുത്താണ് ഡീഅസിഡിഫിക്കേഷൻ ഘട്ടം. ഡേ ടൈം. രാത്രി ഉൽപ്പാദിക്കപ്പെടുന്ന മാലിക് ആസിഡ് ദൈനംദിന ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉറവിടം ഉണ്ടാക്കുന്നു. എങ്ങനെയാണ്? പകൽ സമയത്ത് സ്റ്റൊമാറ്റ അടഞ്ഞു കിടക്കുന്നു. ഇത് ഇലകളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രവേശിക്കുന്നതും ഇലകളിൽ നിന്ന് നമ്മുടെ ജലം പുറത്തു പോകുന്നതും തടയുന്നു. ഇപ്പോൾ നമ്മുടെ വാക്യൂളുകളിൽ നിന്ന് മാലിക് ആസിഡ് വീണ്ടെടുക്കുന്നു. താമസിയാതെ ഇത് ഡീകാർബോക്സിലേഷന് വിധേയമാവുകയും പൈറുവിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡുമായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രതിപ്രവർത്തനം മാലിക് ആസിഡ് ഡീകാർബോക്സിലേസ് എന്ന എൻസൈമാണ് ഉത്തേജിപ്പിക്കുന്നത്. മാലേറ്റ് എൻസൈം. നമുക്ക് ഈ ഇമേജ് വെച്ചിട്ട് നോക്കാം. നൈറ്റ് ടൈം, ഡേ ടൈം. ഇതാണ് അസിഡിഫിക്കേഷൻ ഫേസ്, ഇതാണ് ഡീഅസിഡിഫിക്കേഷൻ ഫേസ്. സ്റ്റൊമാറ്റ ഇവിടെ എന്താണ്? ഓപ്പൺ ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കയറുന്നു, നമ്മുടെ വാട്ടർ പുറത്തേക്ക് പോകുന്നു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിയേ, നമ്മുടെ ഫോസ്ഫോളീനോ പൈറുവിക് ആസിഡ് കമ്പൈൻ ചെയ്ത് ഓക്സാലോഅസറ്റിക് ആസിഡ് ഉണ്ടാവുന്നു. ദെൻ ഡീഹൈഡ്രജേഷൻ സംഭവിക്കുന്നു. NADH ഹെൽപ്പോടെ ഡീഹൈഡ്രജേഷൻ സംഭവിക്കുന്നു. അതുവഴി മാലേറ്റ് അല്ലെങ്കിൽ മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. അത് സെല്ലിന്റെ വാക്യൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് അസിഡിഫിക്കേഷൻ ഫേസ്. ദെൻ ഡേ ടൈമിൽ ആ മാലേറ്റ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നു. കാരണം സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആണ്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ മാലേറ്റ് വേഗം ഡീകാർബോക്സിലേഷന് വിധേയമായി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിട്ട് അത് കാൽവിൻ സൈക്കിളിന് കൊടുക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് അല്ല, കാൽവിൻ സൈക്കിളിൽ കൊടുക്കുന്നു. ദെൻ നമ്മുടെ അടുത്ത പൈറുവേറ്റ് അല്ലെ പൈറുവിക് ആസിഡ് ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും പൈറുവേറ്റും ആണ് ഉണ്ടാവുന്നത്. പൈറുവേറ്റ് ഒന്നെങ്കിൽ നമ്മുടെ TCA സൈക്കിളിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിന്റെ ഗ്ലൈക്കോലൈസിസ് സ്റ്റേജിലേക്ക് പോകുന്നു. മനസ്സിലായല്ലോ? ഇവിടെ നോക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ, ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നേരെ കാൽവിൻ സൈക്കിളിലേക്ക് വന്ന് അവിടെ കാൽവിൻ സൈക്കിളിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ 4 സ്റ്റെപ്പാണ്: ഗ്ലൈക്കോലൈസിസ്, കാർബോക്സിലേഷനോ റിഡക്ഷനോ ഓക്സാലോഅസറ്റിക് ആസിഡ്, ഡീകാർബോക്സിലേഷനോ മാലിക് ആസിഡ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇമേജ് വെച്ച് പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്റ്റെപ്പ് ഒക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഡീഅസിഡിഫിക്കേഷൻ നടന്നാൽ പിന്നെ അവിടെ എന്താണ്? സെല്ലിന്റെ ഉള്ളിലെ അസിഡിറ്റി നീക്കം ചെയ്തു അല്ലേ? ഇതിനെ കോശങ്ങളുടെ ഡീഅസിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. പകൽ സമയത്ത് ആസിഡിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഡീഅസിഡിഫിക്കേഷൻ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. ഇത് ക്ലോറോപ്ലാസ്റ്റിലേക്ക് വ്യാപിക്കുകയും C3 പാതയിൽ പ്രവേശിക്കുകയും പഞ്ചസാരയുടെ സമന്വയത്തിന് സിന്തസിസിന് സംഭാവന നൽകുകയും ചെയ്ത് കൊടുക്കുന്നു. ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം ഒരു സീറോഫൈറ്റിക് ജീവിത രീതിക്ക് ഒരു പൊരുത്തപ്പെടലാണ്.
ഇത് സീറോഫൈറ്റിക് സസ്യങ്ങളുടെ അതിജീവന മൂല്യത്തിലേക്ക് ചേർക്കുന്നു. ഗണ്യമായ ജലനഷ്ടം കൂടാതെ ഫോട്ടോസിന്തസിസ് നടത്താൻ ഇത് സസ്യങ്ങളെ പ്രാപ്തമാക്കുന്നു. ജലത്തിന്റെ ലഭ്യത കുറവായിരിക്കുമ്പോഴും ഇത് വളരെ പ്രധാനമാണ്. മനസ്സിലായോ കാര്യങ്ങളൊക്കെ? നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, C4 പാത പ്രധാനമായും കാണുന്നത്. ഓപ്ഷൻസ്: ജിംനോസ്പേംസ്, ഉഷ്ണമേഖല, ഉപഉഷ്ണമേഖല സസ്യങ്ങൾ, മിതശീതോഷ്ണ സസ്യങ്ങൾ, ജലസസ്യങ്ങൾ. ഏതാണ്? നമ്മൾ പറഞ്ഞാണ് C4 പാത്വേ കാണുന്ന എന്തിലാണ്? ഉഷ്ണമേഖല, ഉപ ഉഷ്ണമേഖല സസ്യങ്ങളിലാണ് C4 പാത്വേ കാണുന്നത്. അടുത്തത്, C4 പാതയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രാരംഭ സ്ഥിരീകരണത്തിന് കാരണമാകുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ: റുബിസ്കോ, പെപ് കാർബോക്സിലേസ്, കാർബോണിക് അൻഹൈഡ്രേസ്, then last one pyruvate kinase. ഏതാണ്? പെപ് കാർബോക്സിലേസ് ആണ് അല്ലേ ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരീകരിക്കുന്ന കാരണമാകുന്ന എൻസൈം നമ്മുടെ മീസോഫിൽ സെല്ലുകളിൽ. ഓർമ്മയില്ലേ? അടുത്താണ്, താഴെ പറയുന്നവയിൽ ഏതാണ് C4 പാത ഉപയോഗിക്കുന്നത്? ഏതാണ് C4 സസ്യം? ഗോതമ്പ്, അരി, കരിമ്പ്, ബാർലി. കരിമ്പ്. ഷുഗർ കെയിൻ ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്നതിലുള്ള C4 സസ്യങ്ങളിൽ പെടുന്ന ഒന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, കാം പാത സാധാരണയായി കാണപ്പെടുന്നത്. ജലസസ്യങ്ങൾ, വരണ്ട അർദ്ധവരണ്ട പ്രദേശങ്ങളിലെ സസ്യങ്ങൾ, മിതശീതോഷ്ണ സസ്യങ്ങൾ, ഉഷ്ണമേഖല, മഴക്കാടുകൾ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പ്രകാശ സംശ്ലേഷണം. നമ്മുടെ സിലബസിൽ പ്ലാന്റ് ഫിസിയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. ദെൻ നിങ്ങളപ്പം അതനുസരിച്ച് വേണം ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ. നമ്മുടെ അക്കാഡമിയിലെ ബാച്ചുകളിൽ ഒരു 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പം ഒരു പ്രധാന ഏരിയാസ് ടച്ച് ചെയ്ത് പോയതാണ്, സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം മാക്സിമം എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അക്കാഡമിയിൽ നിങ്ങൾക്കറിയാം കേട്ടറ്റ്, സി-ടെറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, VHSC, LPUP അതുപോലെ അതർ PSC എക്സാമുകളൊക്കെ ഓൺലൈൻ കോച്ചിങ് നടക്കുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ HSAയുടെ നാച്ചുറൽ സയൻസിൻ്റെ അതുപോലെ മറ്റു സബ്ജക്റ്റുകളുടെയും ബാച്ചുകളിൽ വളരെ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കൊരു മികച്ച പഠനം ടോസ് അക്കാഡമി നിങ്ങൾക്ക് ഉറപ്പു തരുന്നു.